എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭാവണ്ടനാണ്. ഇന്ന് വീണ്ടും ഓർമ്മയെ തന്നെയാണുള്ളത്. എന്താണ് പ്രത്യേകത എന്നല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല സ്ഥലത്തും കേക്ക് മുറിച്ചിരുന്നു. അപ്പോൾ പലരും പറയാണ് നിങ്ങൾ തന്നെ മുറിക്കുന്നു, നിങ്ങൾ തന്നെ കാണിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പോരാ. ഓർമ്മയിലെ നാസറിനോട് പറഞ്ഞ് അങ്ങനെ പോരാ, നമുക്ക് നാട്ടിലുള്ള ടൗണിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഭാഗമായി ടൗണിൽ ഒരു കേക്ക് കട്ടിങ് നടക്കുകയാണ്. റിയൽമി 60 Pro സീരീസിൻ്റെ ആദ്യ വിൽപ്പനയുടെ ഭാഗമായിട്ടാണ് മട്ടന്നൂർ ഓർമ്മ മൊബൈൽസ് ഇങ്ങനെ ഒരു മധുര വിതരണം നടത്തിയത്. നമ്മളപ്പോൾ സാധാരണഗതിയിൽ സ്ഥാപനത്തിനകത്താണ് നടത്താറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നമുക്ക് വലിയ കേക്ക് വാങ്ങിച്ച് നമുക്ക് പുറത്തുനിന്ന് കട്ട് ചെയ്യണം, ആളുകളൊക്കെ കഴിക്കട്ടെ, ഒരു സന്തോഷമല്ലേ മധുരമല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ നാസർ അതിന് തയ്യാറായി, അതേപോലെ തന്നെ ആ കമ്പനി പ്രതിനിധികൾ തയ്യാറായി. അപ്പോൾ അതിൻ്റെ റിയൽമിയുടെ പ്രതിനിധി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം പറയും എന്താണ് ഫോൺ എങ്ങനെയാണ് എന്താണെന്നുള്ളത് കാര്യം അദ്ദേഹം തന്നെ പറയും. റിയൽമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ 16 Pro സീരീസിൻ്റെ ഫസ്റ്റ് സെയിലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിയൽമിയുടെ ഏറ്റവും വലിയ സപ്പോർട്ടായ മട്ടന്നൂരിലെ ഓർമ്മ മൊബൈൽസാണ് നമുക്ക് എല്ലാം കൊണ്ടും എല്ലാ പുതിയ പ്രോഡക്റ്റ്സ് വരുന്ന സമയത്തും നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഓർമ്മ മൊബൈൽസിനും അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് എടുക്കാൻ വന്നിട്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനും ഓൾ ദി ബെസ്റ്റ്. റിയൽമിയുടെ പുതിയ ഫോൺ ഇറങ്ങിയതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ചുള്ള ഫീച്ചറൊക്കെ പറഞ്ഞിരുന്നു. ഷാനിയും അതേപോലെ ഓർമ്മ രാകേഷ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന രാകേഷുമാണ് അതിൻ്റെ പ്രൊമോട്ടർമാർ. അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ പ്രൊമോട്ടറാണ് നമ്മുടെ തമീം. അയാളും ഇതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യണം, ഒരു കഴിവ് വേണ്ടേ. അപ്പോൾ കണ്ടില്ലേ, ക്യാമറ പാഞ്ഞ് ഓർമ്മയിലേക്ക് പോകുന്നുണ്ടല്ലേ. ക്യാമറ ആരും എടുത്തതെന്ന് സ്വാഭാവികമായും കാണുന്ന ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാകും. ക്യാമറ എടുത്തത് അവിടുത്തെ തന്നെ മികച്ച സർവീസ് ചെയ്യുന്ന ഫോണുകളുടെ മികച്ച ഡോക്ടറായ റിമേഷാണ് നമ്മുടെ ഈ ദൃശ്യം പകർത്തുന്നത്. കണ്ടില്ലേ, അടിപൊളിയല്ലേ, അടിപൊളിയായിട്ട് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾക്കൊക്കെ മധുരം കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലർ ചോദിച്ചു എന്താണ് പുതിയ ഷോപ്പ് ഓപ്പൺ ആണോ, ഫോൺ ഓപ്പൺ ആണോ, എന്താ സംഭവം എന്ന് ചില ആളുകൾക്ക് തിരിഞ്ഞില്ല. അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ മധുരം കൊടുക്കുക, ഒരു സന്തോഷത്തിൽ പങ്കാളിയാവുക എന്നുള്ളത് തന്നെയാണ്. ഫോൺ വാങ്ങുന്നവരും വാങ്ങാത്തവരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആരും എന്നുള്ളതല്ല, ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാകുക എന്നാണ് ഈ നമ്മുടെ ബസ് സ്റ്റാൻഡിനകത്തുനിന്ന് കേക്ക് കൊടുക്കുന്നവർ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് തമ്മിയും മേലേക്കും കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, താഴെ ഇറങ്ങി വരുന്നവർക്ക് മാത്രം കൊടുത്താൽ മതി എന്നുള്ള കർശന നിർദ്ദേശം തമീമിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ തന്നെ കൊടുത്തു. അതാണ് അതിൻ്റെ പ്രത്യേകത.